സുഖമല്ലേ? കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നത് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാകുമെന്ന്. ഈ ന്യൂ ഇയർ തുടങ്ങിയതിന് ശേഷം ഞാനൊരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. മറ്റൊന്നും കൊണ്ടുമല്ല, ഭയങ്കര ചൂട്. ചെടികളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് ചെടികളുള്ളത് കാരണം എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കാനും, കാരണം ഇവിടെ വെള്ളത്തിന് കുറച്ച് ക്ഷാമമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയപ്പോഴത്തേക്കും കുറച്ച് സമയക്കുറവുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ എടുക്കാനൊന്നും പറ്റുന്നില്ല. ചെടികളെ കൂടുതൽ സമയം നമ്മളത് നോക്കി ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നല്ല സമയക്കുറവ് കൊണ്ട് മാത്രമാണ് എടുക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ചെടികളൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ കാണാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ഞാൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദേ കണ്ടില്ലേ, നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് കരിഞ്ഞുണങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഈ ചട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഉണങ്ങുകയുള്ളൂ. നമ്മളിനി എത്ര വെള്ളം ഒഴിച്ച് കൊടുത്താലും കുറച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടിത്. അപ്പോൾ ഇതൊക്കെ ഇനി ഞാനിപ്പോൾ അയ്യത്തോട്ടൊക്കെ വലിച്ചെറിയുള്ളൂ. അവിടെ കിടന്ന് നന്നായിട്ട് കിളിച്ചോളും. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതേ കരിയിലകൾ കണ്ടോ, നമ്മുടെ പറമ്പിലും നമ്മുടെ മുറ്റത്തും നമ്മുടെ വഴിയിലും ഒക്കെ കിടക്കുന്ന കരിയിലകളാണ്. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല തണലാണ്. ഈ ചൂടത്ത് പോലും വീട്ടിലിരിക്കാൻ നല്ല സുഖമാണ്, മരങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട്. പക്ഷെങ്കിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കരിയിലകളെല്ലാം നമ്മൾ അടിച്ചു വാരി തീയിട്ട് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ നല്ല പ്രയാസമുണ്ട്. അതുപോലെ ചെടിക്കകത്താണെങ്കിലും ഒരുപാട് കരിയില വീണ് കഴിയുമ്പോൾ നമ്മളതൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടാണത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കരിയിലയൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ, ഉണങ്ങി നല്ല രസമുണ്ട് കാണാനല്ലേ. അപ്പോൾ ഈ കരിയില കൊഴിഞ്ഞ് വീഴുന്നത് കാണാനും ഭയങ്കര രസമാണ്. ചെറിയൊരു കാറ്റടിക്കുമ്പം പോലും ഇതിങ്ങനെ കൊഴിഞ്ഞ് നല്ല അതിങ്ങനെ ഒഴുകി മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ കാണാൻ നല്ല രസമുണ്ട് കാണാനത്. ഈ മരങ്ങളെല്ലാം കൂടെ കൂടി നിൽക്കുന്നത് കാണാനും ഭയങ്കര ഭംഗിയാണ്. എപ്പോഴും കിളികളുടെ ഒച്ചയും, എപ്പോഴും കിളികളുണ്ടാകും. ഈ പൂന്തോട്ടം ഇവിടെ ഉള്ളത് കൊണ്ടും ഈ മരങ്ങളുള്ളത് കൊണ്ടും ഇഷ്ടംപോലെ കിളികളും ചിത്രശലഭങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരുപാട് കരിയിലകൾ വീണ് കഴിയുമ്പോൾ ഈ ഇലകളെല്ലാം ഞാൻ തീയിട്ട് കൊടുക്കും. അപ്പം ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ടൊക്കെ ഇതിങ്ങനെ അടിച്ചു വാരി ഇങ്ങനെ തീയിട്ട് കൊടുക്കാറുണ്ട്. അതെല്ലാ വർഷവും ഇങ്ങനെ ഈ ഒരു സീസണിൽ അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഇലകൾ കൊഴിയുന്ന ഒന്ന് കുറഞ്ഞു. ചില സമയത്ത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ എല്ലാം എടുക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് കാണാൻ ഒക്കെ കഴിഞ്ഞിരിക്കും. അപ്പം ഇതൊക്കെയാണ്. ഇതിപ്പോൾ ദാ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമാണ്, സന്ധ്യയാകാറായി. കണ്ടില്ലേ, ആ മരങ്ങൾക്കിടയിൽ കൂടെ സൂര്യനെ കാണുന്നതൊക്കെ കാണാൻ എത്ര നല്ല ഭംഗിയാണല്ലേ. അപ്പം പ്രകൃതിയുടെ ഒരു പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. മരങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ കുറേ തീയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. കരിയിലകളൊക്കെ ഒരു സന്ധ്യയൊക്കെ ആകാറാകുമ്പോഴാണ് ഇത് സാധാരണ ചെയ്യാറുള്ളത്. വെയിലോടൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു തണലൊക്കെ വരുന്ന സമയത്ത് ഇതെല്ലാം അങ്ങോട്ട് ഞങ്ങൾ കരിയിലയൊക്കെ അങ്ങോട്ട് മാറ്റിക്കൊടുത്ത് ഇവിടെ തീയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇഷ്ടം പോലെ ജോലികളുണ്ട്. അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാനും അതൊന്ന് അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റുന്നില്ല. അപ്പം നമ്മുടെ ചെടികളൊക്കെ കണ്ടോ, ഈ ചെടികൾക്കുള്ളിലൊക്കെ ഇതുപോലെ കരിയിലകളുണ്ട്. കുറേശ്ശെ ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമുക്ക്. അപ്പം ചെടികൾ, ഒരുപാട് ചെടികൾ നമുക്ക് ഈ വേനൽക്കാലം ആയപ്പോഴത്തേക്ക് കരിഞ്ഞുണങ്ങിയൊക്കെ പോയിട്ടുണ്ട്. ബാക്കിയുള്ളതിനെയൊക്കെ ഇനി വീണ്ടും സംരക്ഷിച്ചെടുക്കണം. അപ്പം വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണമല്ലോ. ഈ സമയത്തൊക്കെ 2 നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പോലും ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വെള്ളത്തിനൊക്കെ ഇവിടെ കുറച്ച് ക്ഷാമമൊക്കെയുള്ള ഒരു ഏരിയയാണ് ഞങ്ങൾക്ക്. പറയുമ്പം കുഴൽക്കിണറും കിണറും വാട്ടർ കണക്ഷനും ഒക്കെ ഉണ്ട്. എന്നാലും വെള്ളം തികഞ്ഞു വരില്ല. ഒരു ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിണറ്റിലെ വെള്ളമൊക്കെ വറ്റിത്തുടങ്ങും. അപ്പോൾ പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഒരു ട്രിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞു. കാരണം ഒരുപാട് ചെടിയുള്ളത് കൊണ്ട് നന്നായിട്ട് വെള്ളമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ ചെടികളോട്. അപ്പോൾ ചെടികൾക്ക് നന്നായിട്ട് വെള്ളം തന്നെ കൊടുത്തേ പറ്റൂ. അപ്പോൾ ഞാനപ്പോൾ ഈ ചെടികളിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് പോകുന്നത്. കരിയില കണ്ടില്ലേ,
ചെടിച്ചട്ടികൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാരണം കരിയിലകൾ എല്ലാ ദിവസവും നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ചെടി ഇല്ലാത്ത ഏരിയയിലൊക്കെ എല്ലാ ദിവസവും നമ്മൾ അടിച്ചു വാരാറുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടികൾ എല്ലാ 4 പുറവും ഇങ്ങനെ ഇരിക്കുന്നത് കാരണം എന്നും ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സമയം പോലെയൊക്കെ അത് കണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഏകദേശം അവിടെ ഇരുന്ന ചെടിച്ചട്ടികളൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് അപ്പോൾ ക്ലീൻ ചെയ്യുകയാണ്. കണ്ടോ കരിയില കിടക്കുന്നത്? ഒരുപാട് കരിയിലകളില്ലേ. അപ്പോൾ ഇവിടെ പ്ലാവ്, പിന്നെ എന്താ പറയുക, മഹാഗിനി എന്ന് പറയുന്നൊരു വൃക്ഷമുണ്ട്. അതിൽ എപ്പോഴും നന്നായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുകയായിരിക്കും കരിയിലകൾ. അപ്പം ഒരുപാട് ചെടികൾ, ഇതെല്ലാം ഹാങ്ങിങ് ആണ്. ഹാങ്ങിങ് ഞാൻ അവിടെ ഇതിൽ നിന്നൊക്കെ പുതിയത് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളതൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇനി അതൊക്കെ മാറ്റിയതിന് ശേഷം ഈ പുതിയ ചെടികളൊക്കെ അതിലേക്ക് തൂക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ഈ കരിയിലയൊക്കെ വീണിട്ട് ആ ഭാഗമൊക്കെ കുറച്ച് മണ്ണൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി അത് വെള്ളം ഒരുപാടില്ലാത്തതുകൊണ്ട് വൃത്തിയായിട്ടൊന്നും കഴുകാൻ പറ്റില്ല. എങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കഴുകി കൊടുക്കും. പിന്നെ ഇതൊക്കെ മുറ്റത്ത് ചെടിയിരിക്കുന്ന ഭാഗത്തെ മരങ്ങളാണ്. അവിടെ ഒന്നും കൊഴിഞ്ഞ ആ നെറ്റിൻ്റെ മുകളിലൊക്കെ ഒരുപാട് കരിയിലകളുണ്ട്. അതൊക്കെ ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണിക്കൂറെങ്കിലും ഇങ്ങനെ ക്ലീനിങ്ങിനും ചെടി സംരക്ഷിക്കലും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വക കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ അല്പം വൈകിയത്. അപ്പോൾ ഒരുപാട് പേര്, കാരണം സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്, എന്താണിപ്പോൾ ചേച്ചി വീഡിയോ ഒന്നും ഇടുന്നില്ലേ, കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ വീഡിയോ ചിലതൊക്കെ എടുത്തതുപോലും ഇടാൻ സമയം കിട്ടാറില്ല. അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇനിയും ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശരിയായിക്കോളും. ഒരു മടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ചെടിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത ഭാഗത്തേക്ക് കുറച്ച് ചെടിച്ചട്ടികൾ അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മളിതെല്ലാം ചെയ്ത് ഒരു സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 3-4 ദിവസമെങ്കിലും പിടിക്കും. അപ്പോൾ ചെയ്ത കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ വെർട്ടിക്കൽ ഗാർഡന് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ സത്യം പറഞ്ഞാൽ ഇതുവരെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. പല ഭാഗത്തായിട്ട് വെർട്ടിക്കൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ബോർഡർ ഗ്രാസും ഒക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നല്ല മഴയായിരുന്നു. ശക്തമായ മഴയിൽ ഒരുപാട് ചെടിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അന്ന് വിചാരിച്ചു മഴയൊക്കെ മാറിക്കഴിയുമ്പോഴേക്ക് ചെടിയൊക്കെ വീണ്ടും ഒരുപാട് ചെടികളെയൊക്കെ നട്ടുപിടിപ്പിച്ച് നന്നാക്കി എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ഈ ചൂട് അങ്ങോട്ട് വന്നത്. ചൂട് വന്നപ്പോഴും ഒരുപാട് ചെടിയൊക്കെ അങ്ങ് പോയി. ഇവിടെ കണ്ടില്ലേ, കുറേ ടാങ്കുകളിൽ ആയിട്ട് വെള്ളമൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ വേനൽക്കാലം ആകുമ്പോഴേക്ക് കുറേ വെള്ളം നമ്മൾ ശേഖരിച്ച് വെച്ചെങ്കിൽ മാത്രമേ ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻഡോർ ഗാർഡനാണ്. അവിടെ കുറേ ഇൻഡോർ ചെടികളാണ് അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ 4 സൈഡിലും ടാങ്ക് വെച്ച് വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ പാത്രമൊക്കെ കഴുകുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ചെടി വെച്ചിട്ട്. ഈ കാണുന്നത് അവോക്കാഡോയുടെ ഒരു മരമാണ്. വലിയൊരു മരമായിട്ടുണ്ട്. അതിപ്പോൾ 2 വർഷമായിട്ടുണ്ട് ഏകദേശം. കണ്ടില്ലേ, ഈ തെങ്ങിൻ്റെ ചുവട്ടിലാണ് കുറേ ചെറിയ ചെടികൾ, കുഞ്ഞ് പാക്കറ്റിലെ ചെടികളാണ് അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അവിടെ ആകുമ്പം കുറച്ച് വെള്ളം ഒഴിക്കാനൊക്കെ എനിക്ക് സൗകര്യമുണ്ട്. അതായത് തെങ്ങിൻ്റെ തൈയൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് വേനലായപ്പോഴത്തേക്കും. ഇവിടെ പിന്നെ ഇത് മറ്റു കുറച്ച് ചെടികൾ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം വീടിൻ്റെ 4 ചുറ്റിലും ഇങ്ങനെ ചെടികൾ അങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. കൂടുതൽ വെയിലടിക്കുന്ന ഭാഗത്തു നിന്ന് കുറേശ്ശെ മാറ്റി നമ്മൾ നെറ്റിലേക്ക് ഇപ്പം മാറ്റുന്നുണ്ട് ചെടികളൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ശരിക്കും ഈ ഒരു ചെടി ഒരുപാട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്തിലെ ഉണങ്ങിയ ഇലകളെല്ലാം മാറ്റി കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ഇതുപോലെ മാറ്റി നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ, ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചെടിയൊക്കെ നല്ലതായിട്ട് ഹാങ്ങിങ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഉണങ്ങിയ ഇലകളെല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം താഴേക്ക് കിടക്കുന്നതെല്ലാം കട്ട് ചെയ്ത്
അങ്ങനെ എടുത്ത് വലിച്ചെറിയണ്ട. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ടാൽ മതി. അവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ, അപ്പോൾ അവിടെ കിടന്നത് കിളിച്ചു കൊള്ളും. അങ്ങനെ നന്നായിട്ട് വളർന്നു വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇതിലേക്ക് എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഒരുപാട് നല്ല തൂങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ഉണങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം ഉണങ്ങിയ ഇലകളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇനിയൊരു ഈ കട്ട് ചെയ്യുന്നത് നമ്മളെടുത്ത് വേറെ എവിടെയെങ്കിലും മരച്ചോട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ചെടികൾ ഒരുപാട് വളർന്നു വരും. പിന്നീട് നമുക്കത് ഇതുപോലെ ചട്ടികളിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ചെടിയുടെ പേരെല്ലാവർക്കും അറിയാമല്ലോ, വാണ്ടറിങ് ജോ എന്നാണ് ഈ ചെടിയുടെ പേര്. അപ്പോൾ ഇത് നടുന്നതും നട്ട രീതികളും എല്ലാം ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇനി ഈ ഒരു കണ്ടോ, ഇത് വാണ്ടറിങ് ജോ നന്നായിട്ട് ഒരുപാട് വലിയതായിരുന്നു. നന്നായിട്ട് ഹാങ് ചെയ്ത സമയത്ത് നല്ല ഭംഗിയിൽ കിടന്നതാണ്. പക്ഷേ ഇപ്പം ശരിക്കും അത് ഉണങ്ങിപ്പോയി. ഇനി ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ വലിച്ച് അയ്യത്തേക്ക് എടുത്ത് എറിയാൻ പോവുകയാണ്. പക്ഷേ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് ആ തണ്ടിൽ നിന്നും പുതിയ ഇലകളൊക്കെ ഒരുപാടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഞാനിവിടെ കുറേ ചെടികൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ചെടികൾ കുറച്ച് എന്താ പറയുക, ഈ ഹാങ് ചെയ്തേക്കുന്ന കുറച്ച് ചെടികളെല്ലാം ഉണങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ ടർട്ടിൽ വൈനും വാണ്ടറിങ് ജോയും അങ്ങനെ ഒരുപാട് ചെടികളുണ്ടല്ലോ, അതൊക്കെ ഒരുപാട് ഉണങ്ങി നിൽക്കുന്നതൊക്കെ ഇനി അത് മാറ്റാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം മാറ്റിയിട്ട് ഇനി അവിടേക്ക് പുതിയ ചട്ടികൾ, ഇവിടെ വേറെ ചട്ടികളിൽ ഇതും ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഞാൻ വേറെ കുറേ ചട്ടികളിൽ പുതിയ ചെടികൾ നട്ടുപിടിപ്പിച്ച് വെക്കുക പതിവാണ്. കാരണം ഒരു ചട്ടി മാറ്റി കഴിയുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ പുതിയൊരു ചട്ടി തൂക്കിയിടണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറേ ചെടികൾ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മാറ്റിയതിന് ശേഷം അവിടേക്ക് ഞാൻ ആ ചട്ടികളൊക്കെ എടുത്ത് തൂക്കി കൊടുക്കും. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണണേ. ഇപ്പം കരിയിലകളൊക്കെ കൊഴിഞ്ഞു വീണ ഒരു ഇത് കാണിച്ചിരുന്നല്ലോ ഞാൻ ആദ്യം, അതുപോലെ മറ്റൊരു സ്ഥലത്തെ ഇലകൾ കൊഴിയുന്ന ഒരു വീഡിയോ എൻ്റെ അടുത്തുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മുഴുവൻ കാണണം. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണം കേട്ടോ. അപ്പം ഞാൻ എടുത്ത് മാറ്റിയ ചട്ടിയില്ലേ, ആ ഭാഗത്തേക്കൊക്കെ ഈ പുതിയ ചെടികൾ ഇനിയിപ്പോൾ തൂക്കി കൊടുക്കും. കണ്ടോ, ഇവിടെ നിന്നെല്ലാം ഞാൻ ഉണങ്ങിയതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് തൂക്കി കൊടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പഴയ സ്ഥാനത്തേക്ക് നമ്മൾ ഈ പുതിയ ചെടികളെ വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ വീഡിയോ അവസാനം വരെ കാണണമെന്നുള്ളത്. അപ്പോൾ ദേ ഒരു ലണ്ടൻ കാഴ്ചയാണിത്. അപ്പം പ്രകൃതിയെയും പൂക്കളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എനിക്ക് ചെടികളും പൂക്കളും ഇതെല്ലാം മൃഗങ്ങളും ഒക്കെ ഇഷ്ടമാണെന്ന് മോനറിയാം. മോൻ എനിക്കപ്പോൾ അവിടെ നിന്ന് അയച്ചു തന്നാണ്. അവനിങ്ങനെ കാണാൻ പോകുന്നതൊക്കെ എല്ലാം പിക്ചർ എടുത്തിട്ട് എനിക്കിങ്ങനെ അയച്ചു തരാറുണ്ട്. അപ്പം കാണാൻ നല്ല ഭംഗിയല്ലേ. നമ്മുടെ നാട്ടിലെ കുറച്ച് കണ്ടു, അതിനുശേഷം ഞാൻ കണ്ടതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് വീഡിയോയുടെ. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ആയിരുന്നു ഇന്നത്തെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് തെങ്ങിൻ്റെ തൈ കുറച്ചുണ്ട്. മലേഷ്യൻ ഗോൾഡിൻ്റെ തെങ്ങിൻ തൈയാണിത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൊടുക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. ഇവിടെ ഞാൻ കുറച്ച് നട്ടു, അതിൻ്റെ ബാക്കിയൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ ഇവിടെ നിന്ന് ചൂടായത് കാരണം ഇനി അവിടെ നിന്ന് ഒന്ന് മാറ്റി കുറച്ച് വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തണലുള്ള ഭാഗത്തേക്ക് അത് കൊണ്ടുവയ്ക്കുകയാണ്. കുറേശ്ശെ അതിൻ്റെ ഓലകളൊക്കെ ഉണങ്ങാൻ തുടങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ട് കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചൻ്റെ ഭാഗത്താകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.